തമിഴ്നാട് മാർത്താണ്ഡത്ത് സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനി മരിച്ചു. നെയ്യാറ്റിൻകര കഞ്ഞിപ്പാറ സ്വദേശിനി അൻസിജിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തുണ്ട്. മകളെ മാനേജ്മെന്റ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന് പിതാവ് അനിൽ രാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അത് കേൾക്കാം. ഒരു വർഷത്തിന് മുമ്പേ അവിടെ ഫുഡുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായി. ഫുഡ് കഴിച്ച് 3 കുട്ടികൾ തലകറങ്ങി വീഴുകയുണ്ടായി. അവരെ അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിൻ്റെ പ്രതികാരമായി ഇവരൊരു സമരം അവിടെ നടത്തുകയുണ്ടായി. അതിൽ എൻ്റെ മോളും പങ്കെടുത്തതിൽ എൻ്റെ മോളെയും കുട്ടികളെയും അവർ പുറത്താക്കി. 10-15 ദിവസം വരെ ക്ലാസ്സിൽ കയറ്റിയില്ല. അവരാരോപിക്കുന്ന കുറ്റം മൊബൈൽ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മൊബൈൽ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടി പോകുന്നത്. പിന്നെ അതിൻ്റെ പ്രതികാരമായിട്ട് ദേഹപരിശോധനയും മോശമായുള്ള പ്രവൃത്തിയൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൻ്റെ ടോർച്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥയുണ്ടായത്. ഇപ്പോൾ ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇവർ തള്ളിയിട്ടു എന്നാണ് എൻ്റെ ബലമായ സംശയം. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, 7 അധ്യാപകർക്കെതിരെയാണ് പരാതി. ആ അച്ഛന്റെ വാക്കുകൾ ഏറെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇക്കഴിഞ്ഞ 14-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന് തലേ ദിവസം ഈ കോളേജിൽ വെച്ചാണ്, കോളേജിലെ 3ാമത്തെ നിലയിൽ നിന്നാണ് അൻസിജി ഈ താഴേക്ക് വീഴുന്നത്. പക്ഷെ അതിന് പിന്നിൽ കടുത്ത ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ആത്മഹത്യ അല്ല, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായപ്പെടുത്തലാകാമെന്നുള്ളൊരു സംശയം, അത്തരത്തിലൊരു ദുരൂഹത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം 2025 ജനുവരി മാസം ഇതേ കോളേജിന്റെ ഹോസ്റ്റലിൽ താമസിച്ചു വരികയായിരുന്നു അൻസിജി. അന്ന് 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. അതേ ദിവസം ഈ ഹോസ്റ്റലിലുള്ള ഭക്ഷണം കഴിച്ച് ചില വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെ വലിയൊരു സമരത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ വെള്ളറട സ്വദേശിയായിട്ടുള്ള അൻസിജി. അന്ന് തന്നെ കോളേജിന്റെ മാനേജ്മെന്റിന്റെ ഒരു കണ്ണിലെ കരടായി മാറി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിന് പിന്നാലെ അങ്ങോട്ട് കഴിഞ്ഞ ഈ 1 വർഷത്തോളം അൻസിജിയെ പലതരത്തിലേക്ക് ഈ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് മാനസികമായിട്ടുള്ള പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പലവട്ടം കുടുംബത്തോടും പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കോളേജിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഈ ക്ലാസ് റൂമിൽ കയറി ചില വിദ്യാർത്ഥികൾ അൻസിജിയുടെ ബാഗ് പരിശോധിക്കുകയുണ്ടായി. അതിൽ കടുത്ത മാനസിക വിഷമമുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ വീട്ടിൽ തന്നെയാണ് മൊബൈൽ ഫോൺ വച്ചിട്ട് പോവുക. അത് വീട്ടുകാർക്കും അറിയാം. അന്നേ ദിവസവും മൊബൈൽ ഫോൺ ഈ 14-ാം തീയതിയും വീട്ടിൽ വച്ചിട്ടാണ് അൻസിജി ഈ കോളേജിലേക്ക് എത്തിയത്. പക്ഷേ അന്നേ ദിവസം തന്നെ കടുത്ത ഈ ആരോപണം ഉന്നയിച്ച് ഈ കുട്ടിയെ പരസ്യമായിട്ട് ഈ വഴക്ക് പറയുകയുണ്ടായി. പിന്നീട് ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ വിളിച്ചു വരുത്തി ഈ കുട്ടിയെ വഴക്കു പറഞ്ഞു എന്നുള്ളതാണ് കുട്ടിയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ പിതാവ് അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. ഈ 2:30 ഈ സംഭവം നടക്കുന്നത്. 4:30 മണിക്കാണ് 14-ാം തീയതി വൈകുന്നേരം കുടുംബത്തെ അറിയിച്ചത്. കാൽ തട്ടി വീണു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മാനേജ്മെന്റ് വീട്ടിനെ അറിയിക്കുന്നത്. വീട്ടുകാർ ഈ മാർത്താണ്ഡം സ്വകാര്യ ഈ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഈ കാര്യങ്ങൾ ഏറെ വൈകി എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഈ ബത്ലഹേം കോളേജ് ഓഫ് നഴ്സിംഗിനെതിരെയുള്ള ഈ ആരോപണം ഇത് ആദ്യത്തതല്ല. ഇതിനു മുൻപും പല സമരങ്ങൾക്ക് വഴിവെച്ചൊരു കോളേജാണ്. പക്ഷേ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അടക്കം ഞങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചുവെങ്കിലും അധ്യാപകർ, അതായത് ആരോപണ വിധേയരായിട്ടുള്ള 7ഓളം വരുന്ന അധ്യാപകരുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ കരിങ്കൽ പോലീസിന് കുടുംബം പരാതി നൽകിയത്. പക്ഷേ പരാതിയിൽ കൃത്യമായിട്ട് FIR ഇട്ട് പരാതിയിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 14-ാം തീയതി വൈകുന്നേരം കുടുംബം പരാതിപ്പെട്ടതാണ്. ഇന്നിപ്പോൾ 2 ദിവസം പിന്നിടുമ്പോഴും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അൻസിജി മരണപ്പെടുന്നത്. അതിന് പിന്നാലെ തന്നെ കടുത്ത സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം എത്തിയിരുന്നു. നിലവിൽ RDയുടെ സാന്നിധ്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഈ പ്രിൻസിപ്പൽ ഷീജ അടക്കമുള്ള 7 അധ്യാപകർക്കെതിരെ ഈ പറയുന്ന കുടുംബം ഉന്നയിച്ചിട്ടുള്ള സെക്ഷൻസ് പ്രകാരം തന്നെ കേസെടുക്കണമെന്നുള്ള ആവശ്യം കരിങ്കൽ പോലീസ് ഇപ്പോൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് DCCയിൽ ഇപ്പോൾ കന്യാകുമാരി DCCയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ കുടുംബം രാഷ്ട്രീയപരമായിട്ട് തന്നെ നീങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു പക്ഷത്തിൽ നിലവിൽ ഈ നാളെ ഈ മൃതദേഹവുമായിട്ട് ഈ കോളേജിലേക്ക് എത്തി വരുന്ന ദിവസം കോളേജിലെത്തി പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. റോഷ്നി, ശരി, കുടുംബത്തിന്റെ ആരോപണം ശക്തമാണ്. അപ്പോൾ അതിലിനി തുടർ നടപടികൾ എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.